ബേഴ്സർക്ക് പോലുള്ളൊരു മാങ്ക എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഒറ്റൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് പേരെങ്കിലും ഇത് കാണണം എന്നുള്ളത്. അതെന്തായാലും ഫുൾഫില്ലായി. കാരണം ഒരു ദിവസം കൊണ്ട് തന്നെ 1K വ്യൂസ് അതിന് കിട്ടി. ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഹാപ്പി ആയതുകൊണ്ട് തന്നെ അടുത്ത ചാപ്റ്റർ നമുക്ക് പെട്ടെന്ന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ സമയമൊന്നും കളയാനില്ല, വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടതായിരുന്നു ഗഡ്സ് ആ സ്നേക്ക് പോലുള്ള വലിയ മോൺസ്റ്ററിനെ കൊന്നതിന് ശേഷം അവന്റെ ജേർണി തുടരുന്നുണ്ടായിരുന്നു. ആ വലിയ മോൺസ്റ്ററിനെ കൊന്നതിന് ശേഷം അവിടെ തിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് അവൻ പിന്നെ ഒരുപാട് മോൺസ്റ്റർ ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് ഈ മോൺസ്റ്റേഴ്സിനെ കാണാൻ ലിറ്ററലി ഗോസ്റ്റ് പോലെയായിരുന്നു. ഇതിനുശേഷം നമുക്ക് പക്കിനെ കാണിക്കുന്നുണ്ട്. പക്കൊരു പ്രാവിന്റെ പുറത്ത് കയറിയിട്ട് ഗഡ്സിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. എന്റെ പക്ക് ഗഡ്സിനെ കാണുമ്പോൾ ഗഡ്സ് ഭയങ്കരമായിട്ട് അടിയെല്ലാം കൊണ്ടൊരു മോശം അവസ്ഥയിലായിരിക്കും. എന്റെ പക്കിനെ കണ്ട ഗഡ്സ് ദേഷ്യത്തോടെ ചോദിക്കും, നീ പിന്നെയും വന്നോ, യു അഗെയിൻ എന്ന് ചോദിക്കും. ആൻഡ് അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പക്കിന് ഗഡ്സിന്റെ ലൈഫിലും സ്റ്റോറിയിലും ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് മുഴുവനായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് പക്ക് ഗഡ്സിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്. പക്ഷെ ഗഡ്സ് അപ്പൊ തന്നെ വേണ്ട, പറ്റില്ല എന്ന് പറയും. കാരണം ഗഡ്സിന് ഒരു പെറ്റിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല. ആൻഡ് സെക്കൻഡ് തിങ്, ഗഡ്സിന് വീക്കറായിട്ടുള്ള മനുഷ്യന്മാരെയോ ജീവികളോ തീരെ ഇഷ്ടമല്ല. കാരണം ഇവർ ബേർഡനിലല്ലാണ്ട് ഇവർക്ക് വേറെ ഒന്നും ആവാൻ അറിയില്ല എന്നുള്ളതാണ് ഗഡ്സിന്റെ മൈൻഡ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പക്കിനെ അവിടെ പിന്നിൽ ഒഴിവാക്കിയിട്ട് ഗഡ്സ് മുന്നോട്ട് നടക്കും. എന്നിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗഡ്സിന് അവിടെ ഒരു കളവനെ കിട്ടും. കളവൻ ഒരു കാട്ട് ഓടിച്ചുകൊണ്ടിരിക്കും. ഗഡ്സ് ഇങ്ങനെ ഒറ്റയ്ക്ക് മഴയത്ത് ഇങ്ങനെ നടന്നു പോകുന്നതുകൊണ്ട് കണ്ടപ്പോൾ ആ കളവൻ ചോദിക്കും, ആ കാട്ടിലോട്ട് ഇരിക്കാന്ന് പറയും. പക്ഷെ ഗഡ്സ് അപ്പൊ തന്നെ ഇല്ല, പറ്റില്ല എന്ന് പറയും. പക്ഷെ കിളവൻ വിടാണ്ട് ഗഡ്സിന്റെ പിന്നാലെ തന്നെ പോകും. എന്നിട്ട് പറയും, എടോ ഒരു മനുഷ്യ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇരുന്ന് വെച്ചിട്ട് വേറെ ആർക്കും ഉപദ്രവമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, താൻ കയറി ഇരിക്കുന്നു പറയും. ഇതൊന്നും കേട്ടിട്ട് ഗഡ്സിനൊരു കുലുക്കില്ല. ഗഡ്സ് എന്തൊക്കെ വന്നാലും ഞാൻ കയറത്തില്ല എന്നുള്ള മൈൻഡിൽ തന്നെ നിൽക്കും. പക്ഷെ ഈ കിളവൻ വിടാണ്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗഡ്സ് അവസാനം പറയും, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, എന്റെ പിന്നാലെ എപ്പോഴും ഈവിൾ സ്പിരിറ്റ് ഉണ്ടാവും. ഇത് കേട്ടപ്പോൾ കളവൻ ഒന്ന് ഷോക്കാവും. പക്ഷെ ചിരിക്കും. ഒന്ന് ഷോക്കായതിനു ശേഷം ഭയങ്കരമായിട്ട് ചിരിക്കും. അങ്ങനെ ചിരിച്ചതിന് ശേഷം പറയും, ആണോ നിന്റെ കൂടെ ഈവിൾ സ്പിരിറ്റ്സ് ഉണ്ടോ? കുഴപ്പമില്ല, എന്റെ കൂടെ ദൈവത്തിന്റെ സ്പിരിറ്റ്സ് ഉണ്ട്. അപ്പൊ നീ കേറിക്കോ, ഞാൻ നോക്കിക്കോളാന്ന് പറയും. ആൻഡ് ആ ഗോഡ് സ്പിരിറ്റ് നിന്റെ പിന്നിൽ തന്നെ ഉണ്ടെന്ന് പറയും. അങ്ങനെ ഇത് കേട്ടപ്പോൾ ഗഡ്സ് ടെൻഷൻ അടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ പക്ക് വായ വെച്ചിട്ട് കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് ഈ കളവൻ വിടാത്തതുകൊണ്ട് തന്നെ ഗഡ്സ് ആ വണ്ടി കയറിയിരിക്കും. അങ്ങനെ ഇവനിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചു നേരം സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഗഡ്സ് മെല്ലെ കണ്ണടയ്ക്കുമ്പോൾ ഗഡ്സിന് ഭയങ്കരമായിട്ടൊരു സ്വപ്നം വരും. ആൻഡ് ഈ സ്വപ്നത്തില് ഗഡ്സ് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വിചിത്രമായിട്ടുള്ള സ്ഥലത്തായിരിക്കും. ആ സ്ഥലത്ത് ഗഡ്സ് ഡ്രസ്സൊന്നും ഇടാണ്ടിരിക്കുകയായിരിക്കും. അവിടെ തന്നെ ഗഡ്സിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവി വരും. ഭയങ്കര വികൃത രൂപമായിട്ടും ഭയങ്കര വികൃതമായിട്ടൊരു ഫേസ് എല്ലാം വെച്ചിട്ട് ഒരു വിചിത്രമായ ജീവിയായിരിക്കും. അവനെ കൊല്ലാൻ വരുമ്പോൾ പെട്ടെന്ന് തന്നെ സ്വപ്നം എണീറ്റിട്ട് അവന്റെ അടുത്തൊരു ഈവിൾ സ്പിരിറ്റ് ഉണ്ടാവും. അതിനെ പിടിച്ച് കൊല്ലും. കാരണം ഈ ഈവിൾ സ്പിരിറ്റ് ആയിരുന്നു ഈ സ്വപ്നം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ കാര്യമായിട്ട് പവർ ഒന്നും ഇല്ലെങ്കിൽ പോലും ആൾക്കാരെങ്ങനെ സ്വപ്നം കാണിക്കാനുള്ള പവറുള്ള ഒരു ഈവിൾ സ്പിരിറ്റ് ആണിത്. അങ്ങനെ ഇതിനെ കൊന്നത് കണ്ടതിന് ശേഷം ഈ കളവനും ആ കളവന്റെ കൂടെയുള്ള കുട്ടിക്കും പക്കും ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഗഡ്സ് ഇവരോട് പറയും, ഈ ഈവിൾ സ്പിരിറ്റ് മനുഷ്യന്മാർക്ക് സ്വപ്നം കാണിക്കും. അങ്ങനെ ആ സ്വപ്നത്തിൽ വരുന്ന പേടി അത് ഭക്ഷിച്ച് കഴിക്കുന്നു പറയും. ആൻഡ് ഇത് സംഭവിച്ചതിന് ശേഷം ഗഡ്സ് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടാവും. കാരണം ഇത് ആദ്യമായിട്ടല്ല, ഒരുപാട് തവണ അവനെ ഈ ഈവിൾ സ്പിരിറ്റ് വന്ന് ഉപദ്രവിച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ കാര്യം മനസ്സിലായ കളവൻ ചോദിക്കും, നീ ഇതുപോലുള്ള ഈവിൾ സ്പിരിറ്റിന്റെ കാര്യമാണോ സംസാരിച്ചുകൊണ്ടിരുന്നത് ചോദിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് ഗഡ്സ് ചിരിച്ചുകൊണ്ട് ചോദിക്കും, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള ഈവിൾ സ്പിരിറ്റ് നിനക്ക് വിശ്വാസമില്ലെന്ന് ചോദിക്കും. പക്ഷെ അവിടെ തന്നെ പക്ക ഇടയിൽ കയറി ചോദിക്കും, ഓക്കെ ഇപ്പൊ ഇത് ഈവിൾ സ്പിരിറ്റ് ആണെന്നുണ്ടെങ്കിൽ പക്ഷെ ഇതിനെന്താ വേണ്ട, നിന്റെ അടുത്ത് ഇപ്പൊ ഇതിന് വേണ്ട ചോദിക്കും. അപ്പൊ ഗഡ്സ് അവിടെ അവന്റെ ടാറ്റു കാണിച്ചുകൊണ്ട് പറയും, ബിക്കോസ് ഓഫ് ദിസ്, ഈ ബ്രാൻഡ് കാരണം എന്ന് പറയും. ഇത് ഈവിൾ സ്പിരിറ്റിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പറയും. ആൻഡ് ഈ ബ്രാൻഡ് ചെറിയ ഈവിൾ സ്പിരിറ്റിനെല്ലാം സമ്മനും ചെയ്യുന്നു പറയും. ആൻഡ് ഇത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ആ ബ്രാൻഡിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങും. അപ്പൊ ഗഡ്സിന് കാര്യം മനസ്സിലാവും, ഈ ഒരു ഈവിൾ സ്പിരിറ്റ് മാത്രമല്ല, ഇവിടെ ഒരുപാട് ഈവിൾ സ്പിരിറ്റ് ഉണ്ടെന്ന് ഗഡ്സിന് മനസ്സിലാവും. ഇത് യൂഷ്വലി നടക്കുന്നത് ഗഡ്സ് എവിടെയെങ്കിലും ഒരുപാട് പേര് മുന്നേ മരിച്ചുള്ള സ്ഥലത്തൊക്കെ എത്തുമ്പോഴാണ് ഇത് യൂഷ്വലി നടക്കാറ്. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഗഡ്സ് ഫൈറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. കാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വാളുമ്മ കൈവച്ചിട്ട് ഗഡ്സ് ഇറങ്ങുന്നുണ്ട്. അതിന്റെ ഒരു വാണിംഗ് കൂടെ കൊടുക്കും, ഒരാളും എന്ത് കാരണവശാലും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്, കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറയും. പക്ഷെ പറഞ്ഞു തരുന്നതിന് മുന്നേ ആ കൊച്ചു പുറത്തോട്ട് ഇറങ്ങിണ്ടാവും. കൊച്ചു പുറത്തിറങ്ങേണ്ട താമസം ആ ഈവിൾ സ്പിരിറ്റ് ആ കൊച്ചിനെ കൊന്നും കളയും. നടുവയറിലൂടെ ശൂലം പോലൊരു സാധനം കുത്തി കയറ്റി അതിനെ കൊന്നു കളയും. അതിനുശേഷം നമുക്ക് ഒരുപാട് ഈവിൾ സ്പിരിറ്റിനെ അവിടെ കാണിക്കും. ഒരുപാടെന്ന് പറയുമ്പോൾ 5ഉം 10ഒന്നും അല്ല, മിനിമം 50-100 ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന അസ്ഥികൂടങ്ങളെ കണ്ടിട്ട് പക്ക ഒരുപാട് പേടിച്ചു പോകും. പക്ക ഒരുപാട് പേടിച്ചിട്ട് എന്ത് ചെയ്യാനാന്ന് ആലോചിച്ചിങ്ങനെ ഗഡ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് ഗഡ്സ് ഒരു ചിരിച്ചൊരു, അതായത് ഒരു സർക്കാസ്റ്റിക് മൂഡിൽ പറയും, ഇതൊക്കെ എന്തെന്ന് പറയും. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും നടക്കാറുള്ളത്. പിന്നെ പറഞ്ഞതിന് ശേഷം ഗഡ്സിന്റെ വാൾ, അതായത് സോഡ് ബാക്കിൽ നിന്ന് എടുക്കും. പിന്നെ സോഡ് ബാക്കിൽ നിന്ന് എടുത്തിട്ട് മുന്നോട്ട് ഓടിയിട്ട് ഓരോ വെട്ടിലും 3-4 മോൺസ്റ്റേഴ്സിനെ
ഓരോ ബെട്ടിലും തീർത്തുകൊണ്ടിരിക്കും. എൻ്റെ ഗഡ്സോടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാട്ടിൽ വേറൊരു സംഭവം ഉണ്ടാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരിച്ച പെൺകുട്ടിയില്ലേ, ആ മരിച്ച പെൺകുട്ടി ജീവനോടെ വന്നിട്ട് ആ കിളവന്റെ തല വെട്ടിയെടുത്തിട്ട് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും. കാരണം അവളുടെ ശരീരം ഇപ്പൊ ഈവിൾ സ്പിരിറ്റ്സ് പൊസസ് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ കിളവനെ കൊന്നതിന് ശേഷം ഈ പെണ്ണ് മെല്ലെ ഗഡ്സിന്റെ അടുത്തോട്ട് വരും. ഗഡ്സിന്റെ അടുത്ത് വന്നിട്ട് ഗഡ്സിനെയും കൊല്ലാൻ നോക്കും. പക്ഷെ ഗഡ്സിന് പുല്ല് വരാന്ന് പറഞ്ഞ പോലെ അവളെ രണ്ടായിട്ട് വെട്ടിക്കളയും. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ഗഡ്സിന് ഒരു ഡിഫറൻസും ഇല്ല, എല്ലാരെയും വെട്ടി നോക്കുന്നു. അല്ല, ഗഡ്സ് വെട്ടിയതിനു ശേഷം ഗഡ്സിന് ഛർദ്ദിക്കാൻ വരും, ലിറ്ററലി വോമിറ്റിംഗ് വരും. ആൻഡ് ഇങ്ങനെ നിൽക്കുന്ന ഗഡ്സിന്റെ അടുത്ത് പിന്നെ ആ ഈവിൾ സ്പിരിറ്റ്സ് എല്ലാം വന്നിട്ട് ഗഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. പക്ഷെ എങ്ങനെയൊക്കെയോ ഗഡ്സിന്റെ വാളെല്ലാം എടുത്തിട്ട് അവരെല്ലാം അടിച്ചിടാൻ നോക്കും. ആൻഡ് എങ്ങനെയൊക്കെയോ അവരെല്ലാം, അതായത് എല്ലാ ഈവിൾ സ്പിരിറ്റിനെയും കൊന്നതിന് ശേഷം ഗഡ്സ് ആ പെൺകുട്ടിയുടെ ബോഡി നോക്കിയിരിക്കൊണ്ടിരിക്കും. അപ്പൊ പക്ക് പറയും, ഇത് നിന്റെ തെറ്റല്ല. ആൻഡ് ഇത് കേട്ട് ഗഡ്സ് അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പറയും, എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം എനിക്ക് വീക്കറായിട്ടുള്ള മനുഷ്യന്മാരെ ജീവികളൊന്നും തീരെ ഇഷ്ടമല്ല എന്ന് പറയും. ആൻഡ് ഇവള് വീക്കറായിരുന്നു, ഇവൾക്ക് ഇവളെ സ്വന്തം ജീവൻ പോലും രക്ഷിക്കാൻ അറിയില്ല എന്ന് പറയുന്നു. ആൻഡ് ഇതിനുശേഷം അവിടുന്ന് ആ ഈവൾ സ്പിരിറ്റോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, നീ ഇപ്പൊ ഈ ചെയ്തതുകൊണ്ടൊന്നും നീ രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ ചെയ്താലും ഭാവിയിൽ നീ നശിക്കാനാ പോകുന്നുള്ളൂ എന്ന് പറയും. അങ്ങനെ ഇത് കേട്ട ഗഡ്സിന് വീണ്ടും കലി കീറിയിട്ട് അവിടുന്ന് വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാക്കും വാള് വെച്ചിട്ട്. അങ്ങനെ എല്ലാത്തിന്റെയും ശബ്ദം അവിടെ അടക്കും. ഇതിനുശേഷം അവർ രണ്ടുപേരും തിരിച്ച് നടക്കും. അങ്ങനെ തിരിച്ചു നടക്കുമ്പോഴാണ് പക്കിന് ഒരു കാര്യം മനസ്സിലാവുക, ഗഡ്സിന്റെ ലൈഫ് എത്ര എക്സൈറ്റിംഗ് ആണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ലൈഫ് എത്രത്തോളം ഡാർക്ക് ആണെന്ന് അപ്പൊ പക്കിന് മനസ്സിലാവും. ആൻഡ് ഇതിന് ശേഷം നമുക്ക് കാണിക്കുന്നതാണ് ഒരു കിണ്ഡം. ആ കിണ്ഡത്തിൽ ഒരു സ്ത്രീയെ ബലി കൊടുക്കുന്നതാണ് നമുക്ക് ആദ്യം തന്നെ കാണിക്കുന്നത്. ആൻഡ് ഇതിന്റെ റീസൺ എന്താ പറയാന്ന് അറിയോ, ആ പെണ്ണിന് ഒരു ഡീമൺ ആയിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന്. ആൻഡ് ഇത് തെളിവുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് മാത്രം. ആൻഡ് ഇതിനെല്ലാം കാരണം അവിടെയുള്ള ലീഡറാണ്. ആൻഡ് ഈ ലീഡറെ കാണുമ്പോൾ തന്നെ ഒരു ഡീമണ പോലെയാണ്, ഭയങ്കര തടിച്ച് വികൃതമായിട്ട് രൂപമെല്ലാം വെച്ച്. ആൻഡ് ഈ പോയിന്റ് ഓഫ് ടൈമിലാണ് ഗഡ്സിന്റെ എൻട്രി അവിടെ ഉണ്ടാവുന്നത്. ആൻഡ് വന്നതിന് ശേഷം കൂടുതലൊന്നുമില്ല, ഡിക്ലറേഷൻ ഓഫ് വാർ അവിടെ ആ ലീഡറിന് അങ്ങോട്ട് കൊടുക്കും ഗഡ്സ്. അതും എങ്ങനെയാ കൊടുക്കുന്ന അറിയോ, ആ ബലി കൊടുത്ത പെണ്ണിന്റെ തലയിൽ ആ ബ്രാൻഡ് അങ്ങോട്ട് വരച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ തടിയൻ എങ്ങനെയാണ് ഈ ബ്രാൻഡിന്റെ കാര്യം അറിയാന്ന്. വെയിറ്റ് കറോ, പറയാം. ആൻഡ് ഇങ്ങനെ വെല്ലു വിളിച്ചതിന് ശേഷം ഗഡ്സ് അവിടെ തിരിച്ചു നടക്കുമ്പോൾ ഇയാളുടെ ഗാർഡ്സ് വരും. ഇയാളുടെ ഗാർഡ്സ് വന്നിട്ട് ഗഡ്സിനെ വളയും. ബട്ട് ഗഡ്സിന്റെ ഇത്രയും വലിയ വാള് കണ്ടിട്ട് എല്ലാ ഗാർഡ്സും ഷോക്കായി ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഗഡ്സിനെ ആ ഗാർഡ്സ് എല്ലാം കൂടിയും അടിക്കാൻ വരും. എന്താലോചിച്ചിട്ട്, ഇത്രയും വലിയ വാളല്ലേ, വീൽഡ് ചെയ്യാനും അത് വെച്ചിട്ട് എല്ലാവരെയും അടിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല എന്ന് ആലോചിച്ചിട്ട് അടിക്കാൻ വരും. പക്ഷെ ഗഡ്സ് വാളെടുത്തിട്ട് അവിടെ നിന്ന് ഒരുപാട് പേരെ കൊല്ലുമ്പോഴാണ് ഇവർക്ക് കാര്യം മനസ്സിലാവുക. അങ്ങനെ മെല്ലെ ഒഴിയാൻ നിൽക്കും. പക്ഷെ ഗഡ്സിന് കിട്ടുന്നത് അവിടെയുള്ള ആരോസ്, അതായത് അവിടെയുള്ള ആച്ചേഴ്സ് ആരോ ഇടുമ്പോഴാണ്. അങ്ങനെ അത് നന്നായിട്ട് ഗഡ്സിന് പണി കൊടുക്കും. പക്ഷെ അപ്പൊ തന്നെ അവിടെ പക്ക് വന്നിട്ട് ഈ ആച്ചേഴ്സിനെല്ലാം, അതായത് അതിന്റെ വെളിച്ചം കാരണം അറ്റാക്ക് ചെയ്യാൻ പറ്റാണ്ടാവും. അങ്ങനെ ഈ അവസരം മുതലാക്കി ഗഡ്സ് അവരെല്ലാം അടിച്ചിടും. ആൻഡ് നോർമൽ സോൾജേഴ്സിനൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ അങ്ങോട്ട് വരും ഈ സോൾജേഴ്സിന്റെ. അങ്ങനെ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ക്യാപ്റ്റനും അത്യാവശ്യം പവർഫുൾ ആയിരിക്കും. ഇയാള് ഭയങ്കര പവർഫുൾ ആണെന്ന് നമുക്ക് തോന്നെങ്കിലും ഗഡ്സ് ഒറ്റ വീശലിൽ ഇയാളെ തോൽപ്പിച്ച് നിലത്ത് കെടുത്തു. അങ്ങനെ ഇത് കണ്ടിട്ട് അവിടെയുള്ള എല്ലാവരും അന്താളിച്ച് നിൽക്കും. ഇതിനുശേഷം വീണ്ടും ഒരുപാട് സോൾജേഴ്സ് ഗഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ഗഡ്സ് അവിടെ നിന്ന് എങ്ങനെയും മുങ്ങണം എന്നുള്ള കാര്യം ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ആകെ പുക വന്ന് മൂടും. ആൻഡ് ഈ പുക വന്ന് മൂടിയതിനു ശേഷം ഗഡ്സ് മെല്ലെ അവിടെ നിന്ന് ആ പുകയിലൂടെ മുങ്ങും. ആൻഡ് ഈ പുക വന്ന് മൂടാനും ഗഡ്സിനെ അവിടെ നിന്ന് കൊണ്ടുപോകാനും ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ ഹെൽപ്പ് ചെയ്ത ആള് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് ഗഡ്സിനെ കൊണ്ടുപോകും. ആൻഡ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടന്ന പോലെ ആയിരിക്കും കാണിക്കുന്നത്. ആൻഡ് ഇതിനുശേഷം നമുക്ക് അയാളുടെ മുഖം കാണിക്കും. ആൻഡ് സത്യം പറയാം, ഇത്രയും വികൃതമായിട്ടുള്ള ഒരു മുഖമാണ് അയാളുടേത്. കണ്ടാൽ തന്നെ പേടിച്ചു പോകും, അതുപോലൊരു മുഖം. ആൻഡ് ഫേസ് റിവീലിന്റെ ഒപ്പം തന്നെ അയാളുടെ മോട്ടീവ് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇയാൾ എന്താ പറയുന്നതെന്നോ, ഇയാൾ ആരാണെന്നോ, ഇയാളുടെ മോട്ടീവ് എന്താണെന്നോ, ഇയാൾക്ക് ഗഡ്സിന്റെ അടുത്ത് എന്താ വേണമെന്ന്, അതെല്ലാം നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നോക്കാം. അപ്പൊ അടുത്ത ഈ വീഡിയോക്ക് ഒരു 100 ലൈക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.